സിദ്ധു, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുക. പ്രതാപകാലം കഴിഞ്ഞുള്ള സാക്ഷാൽ അർജുനന്റെ അവസ്ഥയാ. ഗാണ്ഡീവം ഫലിക്കുന്നില്ല. കൺമുൻപിൽ അരാജകത്വം നടന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നേടിയതൊക്കെ കൈവിട്ടു പോകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും രക്ഷിക്കാൻ പറ്റുന്നില്ല. നിസ്സഹായനായി നിന്ന പ്രാർത്ഥനയാ ഇപ്പൊ സിദ്ധു ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ ആ അർജുനനെ തന്നെ ആശ്രയിച്ചൊന്നും വരും. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല പ്രഭ. എന്നെ സമാധാനിപ്പിക്കാനാണെങ്കിൽ വേണ്ട സിദ്ധു. വീട്ടിലുള്ളവര് വിഷമിക്കുമെന്ന് കരുതി സത്യം മൂടി വെക്കരുത്. എല്ലാം തുറന്നു പറയണം. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവട്ടെ. പറഞ്ഞില്ലേ ഒക്കെ ശരിയാവും. എങ്ങനെ ശരിയാവും? എവിടെ നിന്ന് ശരിയാവും? ഇന്ന് വാഹനങ്ങളുടെ താക്കോലും രേഖകളും സിദ്ധു അവർക്ക് കൈമാറിയപ്പോ ഹൃദയം നുറുങ്ങുകയായിരുന്നു. നാളെ ഈ വീടിന്റെ താക്കോലും ആധാരവും ആർക്കെങ്കിലും കൈമാറേണ്ടി വരുമോ? ഇങ്ങനങ്ങ് സാമ്പത്തിക ഞെരുക്കം വരാൻ എന്താ കാര്യം സിദ്ധു? എല്ലാം അവന്റെ പിടിയില്ല. എന്നുവച്ചാ സിദ്ധു പ്ലീസ് പറയ്. ബലരാമൻ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കി. കമ്പനി ഏതാണ്ട് അവന്റെ കീഴിലായി. തനിക്കറിയാലോ, നമ്മളിപ്പോ നഷ്ടത്തിന്റെ അവകാശികളാണ്. മറ്റു പ്രോപ്പർട്ടികൾ പറ സിദ്ധു, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? നമ്മുടെ പ്രോപ്പർട്ടികൾ ഈടുവച്ചല്ലേ കമ്പനിക്ക് മുതൽ മുടക്കിയത്. കമ്പനി ബലരാമന്റെ നിയന്ത്രണത്തിലാവുമ്പോ പ്രോപ്പർട്ടികളും അവന്റെ കീഴിലാവും. ദൈവമേ, നമ്മുടെ ജീവിതം ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് സിദ്ധുവിന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? ഓരോരുത്തർ MLAയും MP യുമായി ഇരിക്കുമ്പോ സ്വന്തം കാര്യങ്ങൾ നേടുകയാ ചെയ്യുന്നത്. പോട്ടെ, അഴിമതി ഒന്നും നടത്തണ്ട. സിദ്ധു പക്ഷേ നിയോജക മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് ചെലവാക്കി. ഇപ്പൊ ഇതാ കുടുംബപരമായി ഉണ്ടായിരിക്കുന്നതും കൈവിട്ടു പോയിരിക്കുന്നു. പിടിപ്പുകേട് അത്ര തന്നെ. നമ്മളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും സിദ്ധുവിന്റെ പിടിപ്പുകേട് ഒന്ന് മാത്രം. പിടിപ്പുകേടല്ല, കൂടെ നിന്നവൻ ചതിക്കൊന്നും മനസ്സിലാക്കിയില്ല. കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്തതും പിടിപ്പുകേട് തന്നെയാ. പിന്നെ ഇതിന്റെയൊക്കെ തുടക്കം അവളിൽ നിന്നാ, ആ ദേവികയിൽ നിന്ന്. വെറുതെ എല്ലാറ്റിനും ദേവികയെ പിടിച്ചിടാതെ. അവളല്ലേ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ബലരാമന്റെ ശത്രുത തുടങ്ങിയത് എങ്ങനെയാ? പ്രഭ, കല്യാണ കാര്യങ്ങളിൽ പിടിച്ച് ചർച്ച നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. എങ്കിലും താൻ പറഞ്ഞതിന്റെ ബാക്കിയായി പറയട്ടെ. എല്ലാത്തിന്റെയും തുടക്കം ദേവികയെന്നല്ല. ദേവികയെ നന്ദൻ വിവാഹം കഴിച്ചു എന്നറിഞ്ഞിട്ടും മീരയെ നന്ദന്റെ ഭാര്യയാക്കാൻ ഒരുങ്ങിയ പ്രഭയ എല്ലാം തുടങ്ങി വച്ചത്. എല്ലാം ഒടുങ്ങാൻ പോകുന്നതും ആ കാരണം കൊണ്ട് തന്നെയാ. ആ കൊലപാതകയെ ന്യായീകരിക്കാൻ വേണ്ടി എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകല്ലേ? ഞാൻ തർക്കിച്ചതല്ല. താൻ കുറ്റപ്പെടുത്തിയപ്പോ എന്റെ ഭാഗം സൂചിപ്പിച്ചതാ. തർക്കിക്കാൻ വയ്യ. നേരത്തെ പറഞ്ഞില്ലേ, ഗാണ്ഡീവം ഫലിക്കാതെ അമ്പുകൾ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ പറ്റാതെ നിന്ന നിസ്സഹായനായ അർജുനൻ. താൻ പറഞ്ഞത് സത്യ. ഞാൻ ഉദ്ദേശിക്കുന്നിടത്തൊന്നും എത്തുന്നില്ല. നാളെ നമ്മൾ ഈ വീട് തന്നെ നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിന്ന് വരാം. അതിന് തയ്യാറായി നിൽക്കണം. നോ, അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ ഞാൻ ഇറങ്ങും ബലരാമനെ നേരിടാൻ. പ്രഭാവതി വിട്ടുകൊടുക്കില്ല. സിദ്ധു എപ്പോഴും എനിക്കെതിരെ ആ ദേവികയെ ന്യായീകരിക്കുക. പക്ഷേ ഏതവസ്ഥയിലും ഞാൻ സിദ്ധുവിനെ കൈവിടില്ല. ബലരാമന്റെ മുൻപിൽ അങ്ങനെ അങ്ങ് മുട്ടും മുടക്കില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.